അസ്സലാമു ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിത് പൊട്ടുകടല വെച്ച് ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു കടായി എടുത്ത് അതിലേക്ക് ഒരു കപ്പ് പൊട്ടുകടല കഴുകി വൃത്തിയാക്കി വെച്ചത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏതാണ്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് റോസ്റ്റ് ചെയ്യുക. നന്നായി റോസ്റ്റ് ചെയ്തത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ഈ ഒരു സമയം കടായിലേക്ക് 1/2 കപ്പ് വെള്ളവും 250 ഗ്രാം ശർക്കരയും ചേർത്ത് പാനിയാക്കി എടുക്കാം. ചൂട് മാറിയ പൊട്ടുകടല ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. മറ്റൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ക്യാരമൽ ചെയ്യാനായി വെക്കാം. പഞ്ചസാര നന്നായി ഗോൾഡൻ കളറായി ക്യാരമലായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നേരത്തെ പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ച് ചേർത്ത് കൊടുക്കാം. ക്യാരമലും ശർക്കര പാനിയും ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിച്ച മിക്സ്ചറിലേക്ക് 1/4 കപ്പ് പാൽ കൂടി ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. നല്ല കുറുകിയ പരുവാകുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതൂടെ ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിനുശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് വെച്ചതും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. വിട്ട് വരുന്ന പരുവാകുമ്പോഴേക്കും സെറ്റാക്കാനുള്ള മോൾഡിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് അതിലേക്ക് കുറച്ച് മിക്സ് ആഡ് ചെയ്ത് ഒരു ലെയറായിട്ട് കുറച്ച് കാഷ്യൂ നട്ട് പൊടിച്ചത് ചേർത്ത് വീണ്ടും ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ലെയർ ഫുള്ള് സെറ്റായതിനു ശേഷം ഗാർണിഷിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്തയും ബദാമും പൊടിച്ച് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ എണ്ണയില്ലാത്ത 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.